ലേഡിയുടെ മർഡർ വിറ്റ്നസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ഒരു സീനുകളെല്ലാം സ്വപ്നം കണ്ട് ലോറ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അപ്പോ ക്യാബിൻ 10-ൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന ശബ്ദവും കൂടി അവൾ കേൾക്കാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ അതൊരു സ്ത്രീയുടെ ശരീരമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ രക്തം പുരണ്ട ഒരു കൈപ്പാടും അവൾ കാണുന്നു. ഉടനെ തന്നെ ഈ കാര്യം ലോറ ക്രൂവിനെ അറിയിക്കാണ്. എല്ലാരും ഉടനെ തന്നെ അലേർട്ട് ആവാണ്. വെള്ളത്തിൽ വീണ ആൾക്ക് വേണ്ടി തിരച്ചിലും തുടങ്ങുന്നുണ്ട്. ലോറ അവൾ കണ്ട കാര്യങ്ങളെല്ലാം അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. മിക്കവാറും ക്യാബിൻ 10-ൽ ഉണ്ടായിരുന്ന ആ ബ്ലോണ്ട് ഹെയർ ഉള്ള ലേഡി ആയിരിക്കും വെള്ളത്തിൽ വീണിട്ടുണ്ടാവുക എന്ന് അവൾ പറയുന്നു. അത് കേട്ട് അവരെല്ലാം പരസ്പരം നോക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ക്യാബിൻ 10-ലെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. ആ റൂം ബുക്ക് ചെയ്തിരുന്ന ഗസ്റ്റ് യാത്ര തുടങ്ങുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് അത് ക്യാൻസൽ ചെയ്തത്. തുടക്കം മുതലേ ആ റൂം എംപ്റ്റി ആയിരുന്നു കിടന്നിരുന്നത്. അത് കേട്ട് ലോറ ഷോക്ക് ആവാണ്. കാരണം അവൾ ആ ലേഡിയെ നേരിട്ട് കണ്ടിരുന്നല്ലോ. അപ്പോ ഗ്ലാസ്സിൽ രക്തം കണ്ട കാര്യം ലോറ പറയുന്നു. എന്നാ അവിടെ ചെന്ന് നോക്കിയപ്പോ അങ്ങനെ ഒരു രക്തവും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ലേഡി വലിച്ചിരുന്ന സിഗരറ്റ് കുറ്റികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ലോറ വേസ്റ്റ് ബിൻ എടുക്കാൻ ഓടാണ്. എന്നാ അതും എംപ്റ്റി ആയിരുന്നു. വെള്ളത്തിൽ അങ്ങനെ ഒരു ബോഡി കണ്ടു കിട്ടിയിട്ടില്ല എന്ന് കോസ്റ്റ് ഗാർഡ്സിൽ നിന്ന് അവർക്ക് അറിയപ്പെട്ടാണ്. എത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ആരും ലോറയെ വിശ്വസിക്കുന്നില്ല. നടുക്കടലിലായോണ്ട് തന്നെ ലോറയ്ക്ക് മൊബൈലിൽ സിഗ്നൽസും കിട്ടുന്നില്ല. ലോറ ഇതെല്ലാം ഇമാജിൻ ചെയ്യാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാ ലോറയ്ക്ക് തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ഡേ